ഹലോ ട്രേഡേഴ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലാണ്. ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്നത് ഡേ ചാർട്ടിൽ ഇത് പ്രീവിയസ് ഡേയിൽ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലാണിത്. ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 3 ഡേയ്സ് കണ്ടിന്യൂസ് അപ്സൈഡിലേക്ക് റാലി ആയിരുന്നു. അതുപോലെ തന്നെ ഗ്രീൻ ക്യാൻഡിൽസ് ആയിരുന്നു 2 ദിവസമായിട്ട് നമ്മുടെ നിഫ്റ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നൊരു അണ്ടർ പ്രഷറിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ ആയിരിക്കുന്നത്, പക്ഷേ അപ്സൈഡിലാണ് ക്ലോസ് ആയിരിക്കുന്നത് ഇന്നലത്തേക്കാളും. നമ്മൾ ഇന്നലെ ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസ് ആയിരുന്നു ഹൈയിൽ 25,083 ആ റേഞ്ചൊക്കെയാണ്. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഹൈ പോയിരിക്കുന്നത് 25,150 ആ റേഞ്ചിൽ വരെ ഹൈ പോയിട്ട് അതിനുശേഷം മാർക്കറ്റ് ലോ മാർക്ക് ചെയ്തിരിക്കുന്നത് 25,054 ആണ്. ക്ലോസ് ആയിരിക്കുന്നത് 25,083 ലെവലിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ ലെവൽസ് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഇന്നലത്തെ പ്രീവിയസ് ഡേയുടെ ഹൈ ക്ലോസ് ആയിരിക്കുന്ന ആ റേഞ്ചിൽ നമ്മൾ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ലെവൽ ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുണ്ട്. അവിടെ റെസിസ്റ്റൻ്റ് ആയിട്ടും സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്ത് മാർക്കറ്റിൽ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ഇൻഡെക്സുകൾ അതുപോലെ സ്റ്റോക്കുകളൊക്കെ നല്ല ഒരു മൂവ്മെൻറ്റ്സ് നടന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ HDFC ബാങ്കിൻ്റെ ഒന്നും സപ്പോർട്ടില്ലാത്ത അപ്പ് ആൻഡ് ഡൗൺ ഒരു സെറ്റപ്പ് കാണാൻ സാധിച്ചത്. കാരണം ഇന്നും അതുപോലെ തന്നെ വളരെയേറെ സ്ട്രഗിൾ ചെയ്തൊരു മാർക്കറ്റ് ആണ് നടന്നിരിക്കുന്നത്. ഈ ഒരു പ്രഷറിൽ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആകാനും വളരെ സാധ്യത കൂടുതലാണ് ഫ്രൈഡേ. അപ്പം നല്ലൊരു ട്രേഡിൻ്റെ ഒരു സെറ്റപ്പ് നാളെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ 5 മിനിറ്റ്സ് ചാർട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഒരു റേഞ്ച് മാർക്കറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പ്രീവിയസ് ഡേയിലെ ഹൈയിലും ലോയിലും ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റിൽ ഒരു എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയി അവിടെ നിന്ന് ഒരു ഹ്യൂജ് സെല്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. ആ സൈഡിൽ നിന്ന് മാർക്കറ്റ് ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ പോയി ചെന്നിട്ടുണ്ട്. അപ്സൈഡിലേക്ക് ഇവിടെ 2 വട്ടം റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് സെക്കൻഡ് ടൈം. ഫസ്റ്റ് ടൈമിൽ ഓക്കെ, പക്ഷേ അതിനുശേഷം ഡ്രാഗ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നതിന് ശേഷം ഒരു ബിഗ് ക്യാൻഡിൽസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇത് 5 മിനിറ്റ് ചാർട്ടിൽ ഈ ക്യാൻഡിൽസിൻ്റെ സെറ്റപ്പ് അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇതൊരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പ്രഷർ ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് നാളെ ഡൗൺ ട്രെൻഡിലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നാളത്തെ ഒരു റേഞ്ച് നമുക്ക് ഡൗൺ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിന് ഒരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്നത് 25,000 തന്നെയാണ് അതിനകത്ത് ഞാൻ മേജറായിട്ട് ലെവൽ ആക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലോസ് ആയിരിക്കുന്ന മാർക്കറ്റിൻ്റെ അടുത്താണ്. അതിനുശേഷം ഈ ഒരു ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് 25,880 അടുത്താണ് 25,080 അടുത്താണ് ആയിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് റെസിസ്റ്റൻ്റ് ആയിട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഈ ലെവൽ ഹൈ ലെവലായിട്ടുള്ള 25,154 എന്ന ലെവൽ ഞാൻ റെസിസ്റ്റൻ്റ് ആയിട്ട് ഫാക്ടർ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്നത് 25,000 അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്ന ലെവൽസ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗങ്ങളുണ്ട്. ഈ ഒരു റേഞ്ചിലേക്ക് നമുക്ക് മാർക്കറ്റ് നാളെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 24,964 ആ റേഞ്ചിലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ 1 അവർ ചാർട്ടിൽ നോക്കുമ്പോഴായാലും മാർക്കറ്റിൽ സ്ട്രഗിൾ ചെയ്ത സമയങ്ങൾ അതുപോലെ തന്നെ ബിഗ് ക്യാൻഡിൽസ് ഒക്കെ ഉണ്ടായിരിക്കുന്ന റെഡ് ക്യാൻഡിൽ ആണ് ഉണ്ടായിരിക്കുന്നത്. അവേഴ്സിനുള്ളിൽ ഇതൊരു ക്രൂഷ്യൽ ഏരിയ, അതായത് പിന്നീട് സെല്ലേഴ്സ് ഇവിടെ പിന്നീട് വിജയിച്ചിരിക്കുകയാണ്. അതായത് ബയേഴ്സ് നല്ല സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയെങ്കിലും ഒരു നല്ലൊരു സ്ട്രഗിൾ ചെയ്ത ഒരു ഏരിയസാണ് ഇത്. അത് ഇന്നത്തെ ട്രേഡ് നടന്നിരിക്കുന്ന സമയങ്ങൾ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ അതുപോലെ തന്നെ ഉള്ളൊരു പ്രഷറിലാണ്. ബാങ്ക് നിഫ്റ്റി 2 ദിവസമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്ത് അപ്സൈഡിൽ പോയെങ്കിലും ഇപ്പോൾ അത്ര ഒരു പെർഫോമൻസ് ക്ലിയർ ആയിട്ട് നടന്നിട്ടില്ല. ഫെഡ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഗ്ലോബൽ മീറ്റിങ്ങൾ, ഗ്ലോബൽ ഇഷ്യൂസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു സെറ്റപ്പ് ഡൗ ജോൺസിലും നാസ്ഡാക്കിലൊക്കെ മാർക്കറ്റ് ഇന്നലെയൊക്കെ നല്ല മൂവ്മെൻറ്റ്സ് ഡൗൺ സൈഡിലേക്ക് ഉണ്ടാവുകയുണ്ടായി. ആ ഒരു സെറ്റപ്പിലേക്ക് ഇപ്പം അണ്ടർ പ്രഷറിലാണ് ടോട്ടൽ മാർക്കറ്റ്. ഇവിടെ നിന്ന് നമുക്കൊരു ട്രേഡ് ചെയ്ത് നല്ല ഒരു പ്രോഫിറ്റബിൾ ആകണമെങ്കിൽ നമ്മളൊരു ചാർട്ട് അനാലിസിസ് ചെയ്ത് തന്നെ വെയിറ്റ് ചെയ്ത് തന്നെ വേണം. സഡൻലി ഒരു മൂവ്മെൻറ്റിനോട് പുറകെ മാർക്കറ്റിൽ പോയാൽ അത് വലിയൊരു കൺഫർമേഷനോ അല്ലെങ്കിൽ നല്ലൊരു ട്രേഡോ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഏത് ലെവൽസ് എന്നൊക്കെ ഒന്ന് ബാങ്ക് നിഫ്റ്റിയുടെ സെയിം സിനാരിയോ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ 3 ഡേയ്സ് അപ്സൈഡിലേക്കും ഡൗൺ ലൈനിലേക്കും ഉള്ള ഒരു കണ്ടിന്യൂസ് മൂവ്മെൻറ്റ്സ് ആണ് നടന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പ് ആൻഡ് ഡൗൺ ഒരു സെറ്റപ്പാണ് നടന്നിരിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിലും ഒരു അപ്സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് 1 അവർ ചാർട്ടാണ് ഈ കാണുന്നത്. അവിടുന്ന് ഒരു പാനിക് സെല്ലിങ് ഇവിടെ നടന്നിട്ടില്ല. എല്ലാവരും പ്രതീക്ഷിച്ചായിരുന്നു ഇതിലൊരു സെല്ലിങ് വന്നിട്ട് ഈ ഗ്യാഫിലൊക്കെ ആയി മാർക്കറ്റിലേക്ക് ഒരു ഡൗൺ ട്രെൻഡ് മൂവ് കിട്ടുമെന്ന്. പക്ഷേ മോർണിംഗ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് തന്നെ ആ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായെങ്കിൽ തന്നെ അത് കണ്ടിന്യൂസ് ചെയ്തില്ല. നിഫ്റ്റി ഒരു ബയേഴ്സിൻ്റെ ഹോൾഡിങ്ങിൽ നല്ല സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ അത്ര മൂവ്മെൻറ്റ്സ് കിട്ടിയില്ല. 2 ഓപ്പോസിറ്റ് രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്നെങ്കിലും ഇന്നത്തെ ഒരു ട്രേഡിൽ 2 പോസിറ്റീവ് മൂവിലേക്ക് കൊടുത്തു. അതിനുശേഷം ഡൗൺ ട്രെൻഡിലേക്ക് വന്നു. നെഗറ്റീവ് സെറ്റപ്പിലേക്ക് മാർക്കറ്റ് പോയില്ല, പക്ഷേ ഓൾമോസ്റ്റ് നെഗറ്റീവ് സ്റ്റേജിലാണ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടും ഈ 2 മാർക്കറ്റിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യാൻ കിട്ടിയത്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ലെവൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ക്ലോസ് ആയിരിക്കുന്ന 55,733 ആണ്. അപ്പം നാളെ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്ന ലെവൽസുകൾ നോക്കുമ്പോഴത്തേക്കിന് 55,570 അതുപോലെ തന്നെ 55,247 റേഞ്ചിലേക്ക് മാർക്കറ്റ് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനായിട്ടുള്ളത് ഇമീഡിയറ്റ് ആയിട്ടുള്ളത് 56,150 റേഞ്ചും അതുപോലെ തന്നെ 56,380 400 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് അപ്സൈഡിലേക്ക് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. ഈ ബിഗ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ
ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നെങ്കിൽ നമുക്കൊരു നല്ലൊരു കൺഫർമേഷനോട് കൂടി നമുക്ക് വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു പിവറ്റിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് നല്ലൊരു സെറ്റപ്പുകൾ ഇതിനകത്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിവറ്റിൻ്റെ ചാർട്ട് നമ്മൾ ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളിപ്പോൾ തന്നെ വരച്ചിരിക്കുന്ന ആ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസുകൾ ഹയറും അതിൽ ലോവറും ആയിട്ടുള്ള ആ ഒരു സെറ്റപ്പിലേക്ക് തന്നെ നമ്മൾ ചാർട്ട് അനലൈസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിനൊന്നും ആവശ്യമില്ലാതെ തന്നെ സൈക്കോളജിക്കലി ആയിട്ടുള്ള ട്രേഡേഴ്സ് ഏത് ലെവലിലേക്കൊക്കെ ആക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, സെല്ലേഴ്സ് ബയേഴ്സ് ഏത് ലെവലിലൊക്കെ ആക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു റേഞ്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഓൾമോസ്റ്റ് നാളത്തെ ഒരു ട്രേഡിലേക്ക് ഒരു ഗ്യാപ്പ് ഡൗൺ സെറ്റപ്പിലേക്ക് തന്നെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിലെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, താങ്ക് യു.